ചരിത്രത്തിൽ ആദ്യമായി ചെങ്കോട്ടയിൽ വന്ദേമാതരം അതിന്റെ പൂർണ്ണ രൂപത്തിൽ മുഴങ്ങിക്കേൾക്കും. വേദകാലം മുതൽ ഭാരതീയർ നെഞ്ചേറ്റിയ മാതൃഭൂമി സങ്കല്പം. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ വിപ്ലവകാരികളുടെ സിരകളിൽ ആവേശം തീർത്ത അമരഗീതം. പ്രീണന രാഷ്ട്രീയത്തിന്റെ വേലിക്കെട്ടുകളെല്ലാം തകർത്തെറിഞ്ഞ് രാജ്യത്തിന്റെ പരമോന്നത വേദിയിൽ 150-ാം വാർഷികവേളയിൽ ആ വരികൾ അഭിമാനമാവുകയാണ്. വന്ദേമാതരത്തിന്റെ ജ്വലിക്കുന്ന ചരിത്രത്തിലേക്ക്. വന്ദേ മാതരം, വന്ദേ മാതരം, സുജലാം സുഫലാം മലയജ ശീതലാം. വേദകാലം മുതൽ ഈ മഹത്തായ ദേശത്ത് നിലനിന്നിരുന്ന ഭാരതമാതാ സങ്കല്പം വന്ദേ മാതരം. ആ സങ്കല്പത്തെയാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി വന്ദേ മാതരം എന്ന ദേശീയ ഗീതത്തിലൂടെ പുനരാവിഷ്കരിച്ചത്. വേദകാലത്തിനു ശേഷം മഹാഭാരതത്തിലൂടെ, രാമായണത്തിലൂടെ, കാളിദാസനിലൂടെ, സ്വാമി വിവേകാനന്ദനിലൂടെ, മഹർഷി അരവിന്ദനിലൂടെ നമുക്ക് പകർന്നു തന്ന ഭാരതമാതാ സങ്കല്പം ഭാരതീയ ദേശീയതയുടെ സനാതന മൂല്യങ്ങളുടെ പ്രതീകം. അതെ, അത് തന്നെയാണ് വന്ദേ മാതരം. കോടി കോടി കണ്ഠ കല കല നിനാദ കരലേ, കോടി കോടി ഭുജൈ ധൃത ഖര ഖരവാലേ. 1870-കളിൽ രചിച്ച് 1882-ൽ പ്രസിദ്ധീകരിച്ച ആനന്ദമഠം എന്ന നോവലിലൂടെ പുറത്തുവന്ന ഈ വരികൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ അടിമച്ചങ്ങലകളിൽ നിന്ന് ഭാരതത്തെ മോചിപ്പിക്കാൻ കോടിക്കണക്കിന് ദേശസ്നേഹികൾക്ക് ഊർജം പകർന്നു. മാതാവിനെ പോലെ രാജ്യത്തെ സ്നേഹിക്കാനും അതിനായി ജീവൻ ബലിയർപ്പിക്കാനും യുവനിരയെ സജ്ജമാക്കിയത് ഈ വരികളായിരുന്നു. 1905-ലെ ബംഗാൾ വിഭജന കാലത്ത് വന്ദേമാതരം വിളിച്ചുകൊണ്ടാണ് ആയിരക്കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികൾ ജയിൽവാസം വരിച്ചത്. തൂക്കുമരത്തിലേക്ക് നടക്കുമ്പോൾ അവസാനമായി ഉരുവിട്ടതും ഈ മാതൃവന്ദനമായിരുന്നു. തുമി വേദ്യ തുമി ധർമ്മ തുമി രിധി തുമി മർമ്മ. ഈ വരികൾ ഭാരതമാതാവിനോടുള്ള സമ്പൂർണ്ണ സമർപ്പണമായിരുന്നു. കേവലം ഒരു ദേശഭക്തി ഗാനത്തിനപ്പുറം വേദകാലം മുതൽ കൈമാറി വന്ന മാതൃഭൂമി സങ്കല്പത്തിന്റെ കാവ്യരൂപമായിരുന്നു അത്. വന്ദേമാതരത്തിന്റെ വരികളുടെ അർത്ഥതലങ്ങൾ അതീവ ഗൗരവമുള്ളതാണ്. രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തിയെയും പ്രതിരോധശേഷിയെയുമാണ് അത് ഓർമ്മിപ്പിക്കുന്നത്. ശത്രുക്കളെ നിഗ്രഹിക്കാൻ കഴിവുള്ളവളും സർവവ്യാപിയുമായ ഭാരതാംബയെ ഞാൻ വണങ്ങുന്നു. ജ്ഞാനവും ധർമ്മവും നിറഞ്ഞവളും ഹൃദയത്തിൽ ഭക്തിയും പ്രകാശമുള്ളവളും സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായ അമ്മേ, നിന്റെ കാൽക്കൽ ഞാൻ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്ദേമാതരം അവസാനിക്കുന്നത്. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വന്ദേമാതരം ആദ്യമായി വേദിയിൽ ആലപിക്കപ്പെട്ടത് 1896-ലെ കൽക്കട്ട ഇന്റർനാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിലായിരുന്നു. മഹാനായ രവീന്ദ്രനാഥ ടാഗോറാണ് ഈ ഗാനം ആദ്യമായി വേദിയിൽ ഔദ്യോഗികമായി ആലപിച്ചത്. അതിനുശേഷമുള്ള സ്വാതന്ത്ര്യ സമര നാളുകളിൽ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന സമ്മേളനങ്ങളിലും യോഗങ്ങളിലും വന്ദേമാതരം മുഴങ്ങിക്കേട്ടു. എന്നാൽ ഇതിനെതിരെ എതിർപ്പുകൾ ഉയർന്നു തുടങ്ങിയത് ചരിത്രത്തിന്റെ വഴിത്തിരിവുകളിലാണ്. 1923-ൽ കാക്കിനാടയിൽ നടന്ന AICC സമ്മേളനത്തിൽ വന്ദേമാതരം ആലപിക്കുന്നു. എന്നാൽ അന്ന് അധ്യക്ഷനായിരുന്ന മൗലാന മുഹമ്മദ് അലി വന്ദേമാതരം മുസ്ലിം വിരുദ്ധമാണെന്ന വാദം ആദ്യമായി ഉന്നയിക്കുകയായിരുന്നു. എങ്കിലും അന്നത്തെ ദേശീയവാദികൾ ആ എതിർപ്പുകളെ തള്ളിക്കളഞ്ഞു. തുടർന്ന് 1937-ൽ പ്രവിശ്യ അസംബ്ലികളിൽ വന്ദേമാതരം മുഴുവൻ ആലപിക്കരുതെന്നാവശ്യപ്പെട്ട മുസ്ലിം ലീഗ് ഔദ്യോഗികമായി പ്രമേയം കൊണ്ടുവരികയായിരുന്നു. തുടർന്ന് കോൺഗ്രസിന്റെ നിലപാടുകളിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങുകയും ചെയ്തു. വന്ദേമാതരത്തിന്റെ എല്ലാ വരികളും ആലപിക്കില്ല എന്ന നിലപാട് കോൺഗ്രസും സ്വീകരിച്ചു. മുസ്ലിം ലീഗിന്റെ പ്രീണന രാഷ്ട്രീയത്തിന് മുന്നിൽ മുട്ടുകുത്തിയ കോൺഗ്രസ് വന്ദേമാതരത്തെ ആദ്യ 2 ചരണങ്ങളിൽ ചുരുക്കി. എങ്കിലും രാജ്യം സ്വാതന്ത്ര്യം നേടിയ 1947 ഓഗസ്റ്റ് 15 പുലർച്ചെ ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ വന്ദേമാതരം പൂർണ്ണമായും സംപ്രേഷണം ചെയ്തു. അന്നത്തെ നെഹ്റു അടക്കമുള്ള ഒരു വലിയ വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ എതിർപ്പുകളെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ട് ഉരുക്ക മനുഷ്യനായ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ശക്തമായ തീരുമാനപ്രകാരമാണ് ഓംകാരനാഥ ടാഗോർ വന്ദേമാതരം ആകാശവാണിയിലൂടെ മുഴുവൻ ആലപിച്ചത്. 1950-ൽ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നതിന് മുൻപും വന്ദേമാതരം മുഴുവൻ ആലപിച്ചു. ഇതാ
ചരിത്രം വീണ്ടും തിരുത്തി കുറിക്കപ്പെടുന്നു. വന്ദേമാതരം പിറവിയെടുത്ത 150-ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ ചരിത്രവേളയിൽ രാജ്യം 80-ാം സ്വാതന്ത്ര്യദിനാഘോഷം ആഘോഷിക്കുന്ന വേളയിൽ നമ്മുടെ അഭിമാനമായ ചെങ്കോട്ടയിൽ വന്ദേമാതരം അതിന്റെ പൂർണ്ണമായ പ്രൗഢിയോടെ മുഴങ്ങിക്കേൾക്കുകയാണ്. ഭാരതത്തിന്റെ ദേശീയതയും സനാതന പൈതൃകവും ഒരിക്കൽ കൂടി ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നു. പ്രീണന രാഷ്ട്രീയത്തിന്റെ എല്ലാ തടസ്സങ്ങളെയും മറികടന്ന മാതൃഭൂമിക്കായുള്ള സമർപ്പണത്തിന്റെ ഈ പുണ്യഗീതം ചെങ്കോട്ടയുടെ കൊത്തളങ്ങളിൽ അലയടിക്കുമ്പോൾ ഇത് ഓരോ ഭാരതീയന്റെയും നെഞ്ചിൽ അഭിമാനത്തിന്റെ പുതിയ തീപ്പൊരിയാണ് പകരുന്നത്. വന്ദേ മാതരം. ന്യൂസ് ഡെസ്ക് ജനം.